വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. CPI മങ്കട മണ്ഡലം കമ്മിറ്റി മഞ്ഞളാംകുഴി അലി MLA ഓഫീസിലേക്ക് നടത്തുന്ന ബഹുജന മാർച്ചാണ് ഇപ്പോൾ കടന്നു വരുന്നത്. MLA ഓഫീസിലേക്കാണ് മാർച്ച് നടത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾ MLA കൃത്യമായി കാണുന്നില്ല, വികസനം മുരടിപ്പുണ്ട്, ഇത്തരം വാദങ്ങളാണ് CPM നേതാക്കൾ ഉന്നയിക്കുന്നത്. CPMൻ്റെ ഏരിയ സെക്രട്ടറി മോഹനൻ പുലിക്കൽ, അതുപോലെ CPM ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TK റഷീദ് അലി, അതുകൂടാതെ അബ്ദുള്ള നവാസ്, ഇങ്ങനെ തുടങ്ങിയ നേതാക്കളാണ് ഈ മാർച്ചിന് നേതൃത്വം നൽകുന്നത്. ഈ മാർച്ചിലൂടെ CPM മുന്നോട്ട് വയ്ക്കുന്നത് പല ഭാഗങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ താളം തെറ്റിയ അവസ്ഥയിലാണ്. ഈ വികസന പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കുന്നത് MLAയുടെ മെല്ലെപ്പോക്കാണെന്ന് അവർ ആരോപിക്കുന്നുണ്ട്. ഈ നൂറുകണക്കിന് ആളുകളാണ്, നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ഈ മാർച്ചിൽ പങ്കെടുക്കുന്നത്. ഈ മാർച്ച് MLA ഓഫീസിന് മുന്നിലെത്തുമ്പോൾ അത് പോലീസ് തടയാൻ വലിയ പോലീസ് സംഘം തന്നെ MLA ഓഫീസ് പരിസരത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നടക്കുന്ന മാർച്ചിന് ശേഷം നടക്കുന്ന പ്രതിഷേധ ധർണയിൽ പ്രമുഖ മുൻ MLA V ശശികുമാർ ഉദ്ഘാടനം ചെയ്യും, പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസിനെ കുറിച്ചാണ് CPM പ്രധാനമായിട്ടും മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രശ്നം. ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിൽ മുൻ MLA V ശശികുമാറിൻ്റെ ശ്രമഫലമായാണ് അത് ആരംഭിച്ചത്. അന്ന് ഒരടംപാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി വന്നിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അങ്ങാടിപ്പുറത്തും പെരിന്തൽമണ്ണയിലും ഉണ്ടാകുന്ന രൂക്ഷമായ ഗതാഗത കുരുക്ക് ഉണ്ടാവില്ലായിരുന്നു എന്ന് CPM നേതാക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. വളരെ കാലം മുമ്പ്, ആ കാലഘട്ടത്തിലാണ് റെയിൽവേ ഓവർബ്രിഡ്ജ് നിർമ്മിക്കുന്നത്. റെയിൽവേ ഓവർബ്രിഡ്ജ് അന്ന് പെട്ടെന്ന് ആവശ്യമായിരുന്നു. പക്ഷേ ഈ ആദ്യം ഇത് രണ്ടും, അതായത് ബൈപ്പാസും റെയിൽവേ ഓവർബ്രിഡ്ജും ഒരുമിച്ച് നിർമ്മിക്കുമെന്ന് ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നതായി CPM നേതാക്കൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഗതാഗത കുരുക്ക്, രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണം MLAയുടെ കൃത്യമായ ഒരു ദീർഘവീക്ഷണമില്ലായ്മയാണെന്നും CPM നേതാക്കൾ പറയുന്നുണ്ട്. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ യാത്ര എന്ന് പറയുന്നത് ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് പുറത്തുള്ള ഏതൊരാളോട് ചോദിച്ചാലും അങ്ങാടിപ്പുറത്ത് കടന്നു പോകുന്നതിനെ കുറിച്ച് വളരെ വേവലാതി കൊണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. ദുരന്തങ്ങൾ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പ്രകൃതി നിയമങ്ങൾ കൊണ്ടുണ്ടാവുന്നതാണ്, ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടാകുന്നത് നാച്ചുറൽ കലാമിറ്റിയാണ്. ഇവിടെ ഉണ്ടായിട്ടുള്ള ദുരന്തം മനുഷ്യനിർമ്മിതമാണ്. നമുക്ക് ഒഴിവാക്കാൻ വേറെ വഴികൾ ഉണ്ടായിരുന്നിട്ടും നമ്മളത് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് ഇവിടുത്തെ ജനപ്രതിനിധി മുൻകൈ എടുത്ത് ഉണ്ടാക്കിയ ഒരു ദുരന്തമാണ് അങ്ങാടിപ്പുറം മേൽപ്പാലം എന്ന ദുരന്തം. അതിലൂടെ കഷ്ടപ്പെടുന്ന ആളുകളുടെ വിവരങ്ങൾ ഞാനിവിടെ പറയേണ്ടതില്ല, അനുഭവിച്ചിരിക്കുന്നവരാണ് നമ്മൾ. അങ്ങാടിപ്പുറത്തുള്ള ആളുകൾ വാസ്തവത്തിൽ ഒരു ഹൗസ് അറസ്റ്റിലാണ്. അങ്ങാടിപ്പുറത്തുനിന്ന് വാഹനമുള്ള ഒരാളെ, പ്രത്യേകിച്ച് ചെറിയ വാഹനം പോലും ഉള്ള ഒരാൾക്ക് അങ്ങാടിയിലേക്ക് ഇറങ്ങാൻ, അങ്ങാടിയിലേക്ക് ഇറങ്ങി പെരുന്തൽമണ്ണയിലേക്കോ മറ്റും പോവാൻ വളരെ വലിയ പ്രയാസമാണ്. ഞാൻ ഒരു ദിവസം നമ്മുടെ ഉണ്ണിയേട്ടന് അവിടെ നിന്ന് പെരുന്തൽമണ്ണ, അദ്ദേഹം ഈ റോഡിൻ്റെ ഈ പാലത്തിൻ്റെയൊക്കെ കൂടെ നിന്നിരുന്ന അന്നത്തെ ഒരു പ്രമുഖനാണ്. അദ്ദേഹം പെരുന്തൽമണ്ണ ടൗണിലേക്ക് വരാൻ അവിടെ ആ വണ്ടി നിർത്തി കാത്തു നിൽക്കുന്നത് ഞാൻ നേരിൽ കണ്ടതാണ്. ഒരു ലേശം പ്രയാസമുള്ള, നടക്കാനുള്ള പ്രയാസം കൂടിയുള്ള ഒരാൾക്ക് അത്ര വലിയ ദുരന്തമാണ്. അപ്പോൾ ഞാനത് പറയേണ്ടതില്ല, അത്രയേറെ നിങ്ങളും ഞാനും ഒക്കെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ സ്ഥലം MLA ആ പ്രയാസം അനുഭവിക്കുന്ന ആൾ തന്നെയാണ്. ഈ ദുരന്തം ഇപ്പം ചർച്ചാ വിഷയമാവാൻ കാരണം ചിലർ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട്, ഇലക്ഷൻ ആയില്ലേ, ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ, അപ്പോൾ നിങ്ങളൊക്കെ ഇതെടുത്തിരിക്കുകയാണ് എന്ന ഒരു ചർച്ച കൊണ്ടുവരുന്നത്.
അതിനൊരു ശരിയൊക്കെ ഉണ്ട്. ഇലക്ഷനായ സാധാരണ വികസന പ്രശ്നങ്ങളും ക്ഷേമ പദ്ധതികളും ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളും ചർച്ചാ വിഷയമാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതല്ല ഇപ്പോൾ ഇത് സജീവമാവാൻ കാരണമായത് അതല്ല. മഴ പെയ്ത് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ താഴെ ഏതാനും കുഴികൾ കൂടി വന്നപ്പോൾ നമ്മുടെ MLA മുൻകൈ എടുത്തിട്ട് അവിടെ ഒരു കളിത്തോണി ഇറക്കലുണ്ടായി. കടലാസിൻ്റെ ഒരു തോണി ഉണ്ടാക്കിയിട്ട് ഒരു 5 വയസ്സുകാരൻ്റെ കാലത്ത് കളിച്ച കളി അവിടെ കളിക്കുകയും വേണ്ടി. അതായത് അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൻ്റെയും അങ്ങാടിപ്പുറത്ത് ഗതാഗതക്കുരുക്കിൻ്റെയും കാരണം ഈ കുഴികളാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അതിനെ തുടർന്ന് നമ്മുടെ ബസ് തൊഴിലാളി യൂണിയനും മുൻകൈ എടുത്ത് റോഡുകളുടെ അപര്യാപ്തതയ്ക്കെതിരെ ഒരു സമരം നടത്തിയിരുന്നു. അതിനെ തുടർന്നാണ് കലക്ടർ വിളിച്ചു കൂട്ടി ഒരു ചർച്ചയിൽ അവിടെ കട്ട വിരിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ചർച്ച, പ്രത്യേകിച്ച് UDFന്റെ സോഷ്യൽ മീഡിയക്കാർ ഉയർത്തിയ ഒരു ചർച്ച, ഇതെപ്പോൾ തീർത്തു തരാമെന്നാണ്. പണ്ട് പപ്പു പറഞ്ഞ പോലെ ഇപ്പൊ തീർത്തു തരാമെന്നാണ്. ഈ കട്ടണ വിരിക്കട്ടെ, എല്ലാ പ്രശ്നം തുടങ്ങുന്നത്. അപ്പൊ എന്നോട് ഒരു മാധ്യമ പ്രവർത്തകർ, ഒരു പ്രാദേശിക ചാനൽ പ്രവർത്തകർ എൻ്റെ അഭിപ്രായം ചോദിക്കാൻ വന്നിട്ടുണ്ട്. അതെന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കട്ടണ വിരിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാമല്ലോ. അങ്ങനെ കട്ട വിരിച്ചിട്ടാണ് ചെറിയ വാഹനങ്ങൾ കടത്തി വിടാൻ തീരുമാനിച്ചത്. അപ്പം ഞാനന്ന് വലിയ ആശ്വാസത്തിലായിരുന്നു. കാരണം എനിക്ക് മലപ്പുറത്ത് ഒരു 9 എത്തണം. ഒരു പ്രശ്നമില്ലല്ലോ, കട്ട വിരിച്ച് കഴിഞ്ഞല്ലോ, പ്രശ്നം തീർന്നല്ലോ. ഞാനെൻ്റെ കാറുമായിട്ട് അങ്ങാടിപ്പുറത്ത് എത്തിയപ്പോഴാണ് 3/4 മണിക്കൂർ അന്ന് കിടന്നത്. ഇവിടെ അന്ന് കിടന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവരുടെ ഓർമ്മ അതിലേക്ക് കൊണ്ടുവരും. അപ്പൊ ഇത്ര ബാലിശമായ വാദം, ഇത്ര ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ സ്വയം വിഡ്ഢിയാവുന്ന ഒരു കാര്യം, കട്ട വിരിച്ചാൽ അങ്ങാടിപ്പുറത്തെ മുഴുവൻ പ്രശ്നം തീർന്നു എന്ന് പറയുന്ന ഒരു MLA നമുക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ കഷ്ടമെന്ന് ഞാൻ പറയാം. ഇത് മാൻമെയ്ഡ് ആണെന്ന് ഞാൻ പറയാൻ കാരണം, മനുഷ്യനിർമ്മിതമായ ദുരന്തമാണെന്ന് പറയാൻ കാരണം, നമുക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. മറ്റൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കുകയാണ് അത് ഒഴിവാക്കി ഇതുണ്ടാക്കിയത്. 4 വരിയായി ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ 2 വരിയായി കടന്നു പോകേണ്ട ഗതികേട് വന്നതാണ് ഈ പ്രശ്നത്തിന് കാരണം. അതുകൊണ്ട് ഞാൻ എന്നോട് പറയാണ്, ഇതിപ്പോഴൊന്നും തീരാൻ പോണില്ല. നമ്മൾ ആര് സമരത്തിന് കാര്യമില്ല. ഇത് പകരം സംവിധാനം ഉണ്ടാക്കുന്നത് വരെ സഹിക്കുക, അനുഭവിക്കുക എന്ന അവസ്ഥയിലേക്ക് പെരിന്തൽമണ്ണയിലെ നാട്ടിലെത്തി. ഒരു ഉത്തരവാദി ആരാണ്? ആരാണ് ഈ ദുരന്തം ഉണ്ടാക്കിയത്? ആരാണ് ഈ നാട്ടുകാരുടെ വിലപ്പെട്ട സമയം അപഹരിച്ചത്? ആരാണ് ഇങ്ങനെ ഒരു കുടുക്ക് ഈ നാട്ടിൽ ഉണ്ടാക്കിയത്? അത് രാഷ്ട്രീയമായ ഉദ്ദേശത്തോടു കൂടി നടത്തിയ ഒരു കള്ളക്കളിയാണ്. നമ്മൾക്ക് ഒരേ ഭാഗത്തായിരുന്നല്ലോ, നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നൊരു കാര്യം ഉണ്ടല്ലോ. അന്നത്തെ പ്രധാന പ്രശ്നം എന്തായിരുന്നു? അങ്ങാടിപ്പുറത്ത് ഗേറ്റ് അടയ്ക്കുമ്പോൾ പെരിന്തൽമണ്ണയിൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ടാവില്ല. അങ്ങനെയല്ലേ ആദ്യത്തെ ബ്ലോക്ക്? അങ്ങനെയല്ല, അങ്ങാടിപ്പുറത്ത് ഗേറ്റ് അടച്ചാൽ പിന്നെ വാഹനം ഒന്നിച്ചു വരും. അപ്പൊ പെരിന്തൽമണ്ണ അങ്ങാടിയിൽ ബ്ലോക്ക് ഉണ്ടോ? പെരിന്തൽമണ്ണ അങ്ങാടിയുടെ ദിവസമായി കിടക്കുക. അങ്ങനെയാണ് ദിവാകരൻ എന്ന മുനിസിപ്പൽ ചെയർമാനാണ്. ഞങ്ങൾ 2-3 കാര്യങ്ങൾ ആലോചിച്ചു. ഞാൻ വളരെ വിശദമായിട്ട് നടത്തുന്നില്ല. ഒന്ന്, പെരിന്തൽമണ്ണ ടൗൺ ജംഗ്ഷൻ വൈഡൻ ചെയ്യണം. 2, ഒരു മേൽപ്പാലത്തിന് വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ആദ്യമായി ഒരു സർവേ നടക്കും. എന്താണ് ആ സർവേ? ഒരു മിനിറ്റിൽ എത്ര വാഹനം പെരിന്തൽമണ്ണയിലൂടെ കടന്നു പോകുന്നുണ്ട്? ആ സർവേ നടത്താൻ ദിവാകരൻ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പണം ചെലവാക്കി നാറ്റ് പാക്ക് ചോദിച്ചു. അവർ വന്ന് സർവേ നടത്തി. അവർ പറഞ്ഞു ഇത്ര വാഹന ബോർഡുകളുടെ കണക്കൊന്നും ഞാൻ ഓർക്കില്ല, 10-15 കൊല്ലം മുമ്പല്ലേ അല്ലേ?
വാഹനങ്ങളുടെ തിരക്കിന്റെ കണക്ക് അവർ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് അവർ ഒരു നിർദ്ദേശം വെച്ചു. നിങ്ങൾ അടിയന്തരമായി ചെയ്യേണ്ടത് ക്യാപ്സ്യൂൾ ലോറികൾ, വലിയ ലോറികൾ വരുന്നുണ്ട്, അതൊന്ന് വഴിതിരിച്ചു വിടണം. അത് വഴിതിരിച്ചു വിടണമെങ്കിൽ ഒരു ബൈപ്പാസെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം വേഗമായിട്ട് ഒരു നിർദ്ദേശമൊക്കെ പറഞ്ഞിട്ടാണ് ആ നാറ്റ്പാക്ക്. അതിനെ തുടർന്നാണ് ഒരു ദിവസം അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള റഷീദ് അലി ഒരു നിവേദനമായിട്ട് വരുന്നത്. അങ്ങാടിപ്പുറം മേൽപ്പാലം നമുക്കൊരു പുതിയ വിഷയമായിട്ട് എടുക്കണം. അപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു നിവേദനം MLA എന്ന നിലയ്ക്ക് എനിക്കും അന്നത്തെ PWD മിനിസ്റ്ററായിട്ടുള്ള സുധാകരൻ മിനിസ്റ്റർക്ക് ഒരു കത്തുമായിട്ട് വരികയാണ്. മങ്കട MLA മഞ്ഞലാംകുഴി അലിയുടെ വികസന അനാസ്ഥയ്ക്കെതിരെ ആണ് CPM മങ്കട ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. സ്ത്രീകളും അതുപോലെ ഉൾപ്പെടെ നൂറുകണക്കിന് പേർ പങ്കെടുത്ത മാർച്ച് പനങ്ങാങ്ങര 38 നിന്ന് ആരംഭിച്ച് MLA ഓഫീസിന് സമീപം പോലീസ് തടഞ്ഞു. അതിനുശേഷം നടന്ന പ്രതിഷേധ യോഗം, ബഹുജന മാർച്ചിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം മുൻ MLA വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. വിഷയങ്ങൾ വികസന വിരോധം, അത് വികസനം നടപ്പാക്കാത്തത്, ഓരടമ്പാറ മാറത്തുമംഗലം ബൈപ്പാസ്, അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലും ഗതാഗതക്കുരുക്ക്, ബൈപ്പാസ് നിർമ്മാണത്തിൽ കാണിച്ച അലംഭാവം, ഇതൊക്കെയാണ് ഇടതുപക്ഷം CPM ആരോപിക്കുന്നത്. അപ്പോൾ വി ശശികുമാർ MLA ആണ് ഇതിൻ്റെ പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തത്. അതുകൂടാതെ പിന്നെ ഇതിൽ പങ്കെടുത്ത ആളുകളെന്ന് പറയുമ്പോൾ ഇതിൽ TK റഷീദ് അലി, അതായത് CPM മങ്കട ഏരിയ കമ്മിറ്റി അംഗം TK റഷീദ് അലി അധ്യക്ഷത വഹിച്ചു. പിന്നെ ഏരിയ സെക്രട്ടറി മോഹനൻ പുളിക്കൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ A ഹരി, P പത്മജ, VP സുഹറാബി, CP അയ്യപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ MP അലവി, അബ്ദുള്ള നവാസ് തുടങ്ങിയ നിരവധി നേതാക്കന്മാർ ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഏതായാലും ഇക്കാര്യത്തിൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് CPM നേതൃത്വത്തിൻ്റെ തീരുമാനം. ക്യാമറമാൻ ജബ്ബാർ വേണാട്ട്, നില 24 ലൈവ്.